നന്ദി പ്രകാശനം, ഗ്രാറ്റിറ്റ്യൂഡ്, സാധാരണ നിമിഷങ്ങളെ നിശബ്ദമായ അനുഗ്രഹങ്ങളുടെ നിമിഷങ്ങളാക്കി മാറ്റുന്നു. അത് നമ്മുടെ ശ്രദ്ധയെ നമുക്കില്ലാത്ത കാര്യങ്ങളിൽ നിന്നും, മിസ്സിംഗ് ആയ കാര്യങ്ങളിൽ നിന്നും, ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ മനോഹരമായി നീങ്ങുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധയെ മാറ്റുന്നു. നമ്മൾ നന്ദി പ്രകാശനം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി കൂടുതൽ ശാന്തതയും സമൃദ്ധിയും നമുക്ക് അനുഭവപ്പെടുന്നു. ഇനി കണ്ണുകൾ അടച്ച് മനസ്സിലേക്ക് ഇന്ന് നന്ദി തോന്നുന്ന 3 കാര്യങ്ങളെയോ വ്യക്തികളെയോ കൊണ്ടുവരാം. അവ വലിയ കാര്യങ്ങളൊന്നും ആകണമെന്നില്ല. അതൊരു പക്ഷേ ഒരു ചെറിയ പുഞ്ചിരിയാകാം, മനോഹരമായ ഒരു പ്രഭാതമാകാം, നിങ്ങളെ കേട്ട ഒരു വ്യക്തിയാകാം. ഇങ്ങനെ വരുന്ന ഓരോ കാര്യവും മനസ്സിൽ വ്യക്തമായി കാണാം. ഇനി സാവധാനം പറയാം. എൻ്റെ ജീവിതത്തിലുണ്ടായതിന് നന്ദി. ഇനിയൊന്ന് പോസ് ചെയ്ത് ഈ ഒരു കൃതജ്ഞത നെഞ്ചിൽ നിറയുന്നത്, വികസിക്കുന്നത് അനുഭവിച്ചറിയാം. ഇനി ശ്രദ്ധയെ സ്വന്തം അകത്തേക്ക് കൊണ്ടുവരാം. ഇന്ന് ഏത് കാര്യത്തിനാണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നന്ദി തോന്നുന്നത്? ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളിന്നെടുത്ത എഫേർട്ടായിരിക്കാം, നിങ്ങളുടെ പരിശ്രമമായിരിക്കാം, വളർന്നുകൊണ്ടിരിക്കാൻ നിങ്ങൾ കാണിച്ച ധൈര്യമായിരിക്കാം, അതുമല്ലെങ്കിൽ വീണ്ടും തുടങ്ങാൻ നിങ്ങൾ കാണിച്ച സന്നദ്ധതയായിരിക്കാം. ശാന്തമായി പറയാം, താങ്ക് യു. നിങ്ങളുടെ പേര് കൂടെ ചേർക്കാം. ഫോർ ഷോയിങ് അപ്പ്. ഈ ഒരു കാര്യത്തിന് നന്ദി. ഇതിൻ്റെ ഊഷ്മളത ശരീരത്തിലുടനീളം പടരുവാൻ അനുവദിക്കുക. ഓരോ കോശവും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നതായി കാണാം. ഇനി ആഴത്തിലൊരു ശ്വാസമെടുക്കാം. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ശരീരം മുഴുവനും കൃതജ്ഞത കൊണ്ട് നിറയുന്നതായി കാണാം. ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ മിസ്സിംഗ് ആണ്, എനിക്കിതില്ല എന്ന വികാരത്തെ പുറത്തേക്ക് കളയാം. ഇന്നത്തെ ഇൻറ്റൻഷൻ: എൻ്റെ ജീവിതത്തിൽ നന്നായി പോകുന്ന കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുവാനും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള നന്മകളെ മാനിക്കുവാനും ഞാൻ തീരുമാനമെടുക്കുന്നു. ഈ ഒരു ചിന്ത ദിവസത്തിലുടനീളം കൊണ്ടു നടക്കുവാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ. വിചിന്തനത്തിനായുള്ള ചോദ്യങ്ങൾ: 1. എൻ്റെ ജീവിതത്തിലെ ഏത് ചെറിയ അനുഗ്രഹത്തെയാണ് ഞാൻ ഈ അടുത്ത് വില കുറച്ച് കണ്ടത്? അതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നത്? 2. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ സഹായിക്കും? ഈ ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതിന് മുൻപ് നന്ദി.